ഹായ് സ്റ്റുഡൻസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ സേഫാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ക്ലാസ്സസ് ക്ലിയറായി കാണുമെന്ന് കരുതുന്നു. സോ ആ പഠിച്ച കൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻസും വളരെ ശ്രദ്ധയോടെ വായിക്കുക, ആൻസേഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്യുന്നത് കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസിനെയാണ്. ക്വസ്റ്റ്യൻ 1 ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നെവർ ട്രൂ ഫോർ കാഥോഡ് റേസ്. അവിടെ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കാഥോഡ് റേസിന് ട്രൂ ആകാത്ത സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. ഫസ്റ്റ് വൺ ഈസ് ദേ പോസസ് കൈനറ്റിക് എനർജി. കാഥോഡ് റേസിന് കൈനറ്റിക് എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ദ റൈറ്റ് വൺ. They are electromagnetic waves. Cathode rays electromagnetic waves alla. Okay, so second one is false statement. They produce heat. Cathode rays endu produce cheyyunnundu? Heat produce cheyyunnundu. They produce mechanical pressure. It's also right one. So first 3 statement correct aanu. Second statement endana? Wrong aanu. കാഥോഡ് റേസ് എന്ത് ഫോം ചെയ്യുന്നില്ല? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ടാക്കുന്നില്ല. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ ബി. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദേ ആർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞത് റോങ് ഓപ്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 2 പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2, a gas absorb a photon of 355 nanometer and emits 2 wavelength. Okay, 2 wavelength emit ചെയ്യുന്നു. സോ ആദ്യത്തെ wavelength, ടോട്ടൽ wavelength തന്നിട്ടുണ്ട് 350 നാനോമീറ്റർ. ഇഫ് വൺ ഓഫ് ദ എമിഷൻ, ഒരു എമിഷൻ 680 നാനോമീറ്റർ ആണ് എങ്കിൽ അടുത്തത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ നമുക്കറിയാം, അക്കോർഡിംഗ് ടു പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, എനർജി E ഈസ് ഈക്വൽ ടു h ന്യൂ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ന്യൂ സി ബൈ ലാംഡയാണ്. സോ E ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. എനർജി എന്ന് പറയുന്നത് അഡിറ്റീവ് ആണ്. ദാറ്റ് ഈസ് ടോട്ടൽ എനർജി E ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2. ഈ കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ എടുക്കേണ്ടത്. ടോട്ടൽ എനർജി E ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2. ഓക്കെ, എങ്കിൽ നമുക്ക് ചെയ്തു തുടങ്ങാം. E is equal to E1 plus E2 ആണെങ്കിൽ E is equal to, എനിക്ക് ഇങ്ങനെ എഴുതാലോ, hc by lambda 1 plus hc by lambda 2. E എന്നുള്ളതിനെ hc by lambda എന്ന് എഴുതാം. hc by lambda which is equal to hc by lambda 1 plus hc by lambda 2. കോമൺ എല്ലാം കട്ട് ചെയ്ത് കളയുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും? 1 by lambda which is equal to 1 by lambda 1 plus 1 by lambda 2. Lambda നമുക്കറിയാം 355 നാനോമീറ്റർ. that is 1 by 355 which is equal to 1 by lambda 1 നമുക്ക് 680 എടുക്കാം plus 1 by lambda 2. So on solving, lambda 2 which is equal to 680 into 355 by 680 minus 355 എന്ന് കിട്ടും. ഇത് ക്രോസ് ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റെപ്പ് നെഗ്ലക്ട് ചെയ്തിട്ടുണ്ട്. സോ ലാംഡ 2 ഈസ് ഈക്വൽ ടു 680 into 355 by 680 minus 355. സോൾവ് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് കിട്ടും 743 നാനോമീറ്റർ. എന്താ കിട്ടുക? 743 നാനോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, കറക്റ്റ് ആണല്ലോ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 743 നാനോമീറ്റർ. സോ എന്ത് ഓർമ്മയിൽ വെച്ചിരിക്കുക? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിലുള്ള E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന ഇക്വേഷനും ന്യൂവിന് സി ബൈ ലാംഡ എന്ന സബ്സ്റ്റിറ്റ്യൂഷനും എനർജി എന്ന് പറയുന്നത് അഡിറ്റീവ് ആണ് എന്നുള്ള കൺസെപ്റ്റും ഓർമ്മയിൽ വെക്കുക. ഓക്കെ, നമുക്കപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ബോർ മോഡൽ, ബോർ ഓർബിറ്റുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ എനർജി ഓഫ് ദ ഇലക്ട്രോൺ? സോ നോക്കിക്കേ, ടോട്ടൽ എനർജി ഓഫ് ദ ഇലക്ട്രോൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ ആണല്ലോ ടോട്ടൽ എനർജി.
ഈ ടോട്ടൽ എന്ന് പറയുന്നത് ഈ കൈനറ്റിക് എനർജി പ്ലസ് ഈ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ നിങ്ങൾ അറിയണം എന്താണ് കൈനറ്റിക് എനർജി. സോ കൈനറ്റിക് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ, ഓക്കെ, ഒരു ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് Z(E²)2r ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് -ZE²/r ആണ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഒരു ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ZE²/2r ആണെന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് -ZE²/r ആണെന്നും പഠിച്ചിട്ടുണ്ട്. സോ ഈ രണ്ട് എനർജിയും കൂടി ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ എനർജി. സോ ഈ ടോട്ടൽ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? ഈ ടോട്ടൽ വിച്ച് ഇസ് ഈക്വൽ ടു ZE²/2r മൈനസ് ZE²/r എന്ന് കിട്ടും. ഓക്കെ, സോ അതിന്റെ വാല്യൂ അപ്പൊ എന്തായിരിക്കും? വിച്ച് ഈസ് ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു മൈനസ് ZE²/2r. ദിസ് ഈസ് ദ ഈ ടോട്ടൽ. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോ ഈ ടോട്ടൽ കിട്ടി, ഈ കൈനറ്റിക് എനർജി കിട്ടി. അപ്പോ ഈ ടോട്ടൽ എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു മൈനസ് ZE²/2r ഉം ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ZE²/2r ഉമാണ്. അപ്പൊ റേഷ്യോ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ കൈനറ്റിക് എനർജി ടു ടോട്ടൽ എനർജി ആണ് അല്ലേ? അപ്പൊ റേഷ്യോ എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഈസ് ടു ഈ ടോട്ടൽ എനർജി അല്ല, ഈ ടോട്ടൽ കൈനറ്റിക് എനർജി ആണ് അല്ലേ? അപ്പൊ ഈ ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ടു ഈ ടോട്ടൽ എനർജി അല്ലേ മക്കളെ? ഇങ്ങനല്ലേ ചോദിച്ചത്? അപ്പൊ എങ്ങനെ വരും? ഈ ടോട്ടൽ കൈനറ്റിക് എനർജി എന്താണ്? ZE²/2r ഈസ് ടു മൈനസ് ZE²/2r. കോമൺ കട്ട് ചെയ്യുമ്പോൾ 1:-1. ദിസ് ഈസ് ദ റേഷ്യോ. ക്ലിയർ? അപ്പോ ഓൾറെഡി നമുക്കറിയണം ഈ കൈനറ്റിക് എനർജി എന്താണ്? ദാറ്റ് ഈസ് ZE²/2r. ഈ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ZE²/r. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ എനർജി കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി കിട്ടും. അപ്പൊ ആ ടോട്ടൽ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും, ഇലക്ട്രോണിന്റെ ടോട്ടൽ എനർജിയും പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, മൂന്ന് ടേമും അറിയാം. അപ്പോൾ പരീക്ഷയ്ക്ക് ഇനി കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചാലും, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചാലും, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി, ഏത് റേഷ്യോ ചോദിച്ചാലും കണ്ടുപിടിച്ചുകൂടെ? സോ നമുക്ക് ഇവിടെ ചോദിച്ചത് ടോട്ടൽ കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ ആണ്. സോ അപ്പോൾ അത് നമുക്ക് എന്ത് പറയാം? -1 എന്ന് പറയുന്നതിലേക്ക് എത്താം. 1/-1 നമുക്ക് എന്ത് കിട്ടും? -1 എന്നതിലേക്ക് ആൻസർ എത്തിക്കാം. ദാറ്റ് ഈസ് റേഷ്യോ അല്ലേ ചോദിച്ചത്? അപ്പൊ നമുക്ക് എന്താണ്? 1/-1 വിച്ച് ഇസ് ഈക്വൽ ടു -1 കിട്ടും. സോ ഓപ്ഷൻ ഈസ് -1. കറക്റ്റ്? ഓക്കെ ആണ്? ക്വസ്റ്റ്യൻ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചത്. സോ ഈ ടോട്ടൽ കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ഈ ടോട്ടൽ കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ ഈ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ 1/-1 which is equal to -1. So that is option A is the right one. Question number 3 is O. Question number 4, question relate ചെയ്തത് ഹൈഡ്രജന്റെ അയണൈസേഷൻ പൊട്ടൻഷ്യലുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജന്റെ അയണൈസേഷൻ പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന്റെ അയണൈസേഷൻ പൊട്ടൻഷ്യൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? വളരെ സിമ്പിൾ ആണ്. ഹൈഡ്രജന്റെ അയണൈസേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ തന്നു കഴിഞ്ഞാൽ ആ വാല്യൂവിനോട് ഏത് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന്റെ ആണോ കണ്ടുപിടിക്കേണ്ടുന്നത് അതിന്റെ അറ്റോമിക് നമ്പറിന്റെ സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് വിച്ച് ഇസ് ഈക്വൽ ടു അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ into, okay, ionization potential of hydrogen into Z square. What is the Z square? Z square ന്റെ വാല്യൂ ഹൈഡ്രജന്റെ അല്ല കൊടുക്കേണ്ടത്, പകരം ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആയിട്ട് നമ്മൾ എടുത്തത് ഏതാണോ അതിന്റെയാണ് കൊടുക്കേണ്ടത്. സോ ഹിയർ ഇവിടെ ഹീലിയം ആണല്ലോ ഞാൻ എടുത്തത്. സോ ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്.
So ionization potential of helium He plus, which is equal to ionization potential of hydrogen into atomic number of helium, adinte square edukkuka. That is 13.6 into helium atomic number 2, that is 2 square, which is equal to 13.6 into 4, which is equal to 54.5 electron volt. So option A is the right one. So ionization potential അറിയാമെങ്കിൽ ഹൈഡ്രജന്റെ ionization potential അറിയാമെങ്കിൽ മക്കളെ നമ്മൾ മറ്റൊരു ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന്റെ ionization potential കാണാൻ ആ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന്റെ അറ്റോമിക് നമ്പറിന്റെ സ്ക്വയർ വെച്ച് ഹൈഡ്രജന്റെ ionization potentialനെ മൾട്ടിപ്പിൾ ചെയ്താൽ മാത്രം മതി. ഓക്കെ, കറക്റ്റ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 5 ലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5, ഈ ക്വസ്റ്റ്യനും മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻ ഏകദേശം റിലേറ്റഡ് ആണ്. ഇലക്ട്രോൺ വോൾട്ടിലാണ്. സോ നമ്മളിവിടെ റേഷ്യോ എടുക്കാൻ, ഈ ക്വസ്റ്റ്യനിൽ റേഷ്യോ ഓഫ് അയനൈസേഷൻ എനർജിയാണ് പറഞ്ഞത്. സോ ഹൈഡ്രജൻ്റെ അയനൈസേഷൻ എനർജി വാല്യൂ ജൂളിൽ നമുക്കൊന്ന് എടുക്കാം. ഹൈഡ്രജൻ്റെ അയനൈസേഷൻ വാല്യൂ ജൂളിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? എനർജി ഓഫ് nth ഓർബിറ്റൽ നമുക്കറിയാമല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു -1312 Z സ്ക്വയർ ബൈ n സ്ക്വയർ കിലോ ജൂൾ പെർ മോൾ ആണ്. സോ ഹൈഡ്രജൻ്റെ അയനൈസേഷൻ എനർജിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്കറിയാം വിച്ച് ഈസ് 13, എനർജി ആകുമ്പോൾ നെഗറ്റീവ് വാല്യൂ ഇടണ്ട, 1312 കിലോ ജൂൾ എന്നതിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഹൈഡ്രജൻ്റെ അയനൈസേഷൻ എനർജി അറിയാമെങ്കിൽ ബെർലിയത്തിന്റെ അയനൈസേഷൻ എനർജി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഹൈഡ്രജന്റെ അയനൈസേഷൻ എനർജിയുടെ കൂടെ അല്ലേ, ഹൈഡ്രജന്റെ അയനൈസേഷൻ എനർജി എത്രയാണോ അതിനെ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന്റെ അറ്റോമിക് നമ്പറിന്റെ സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ബെർലിയം അറ്റോമിക് നമ്പർ എത്രയാണ്? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം അറ്റോമിക് നമ്പർ 4, ബെർലിയം 3+, ദാറ്റ് ഈസ് ദ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. സോ 4 സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ? ദാറ്റ് ഈസ് 1312 into 16 എന്ന് എനിക്ക് കിട്ടും. സോ റേഷ്യോയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? അയനൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ഈസ് ടു അയനൈസേഷൻ എനർജി ഓഫ് ബെർലിയം 3+, which is equal to 1312 is to 1312 into 16. Please cut 1312, that is 1:16. So ionization energy of hydrogen and beryllium 3+ is 1:16. So please remember and note the point. എന്താണ്? ഹൈഡ്രജന്റെ അയനൈസേഷൻ പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന്റെ അയനൈസേഷൻ പൊട്ടൻഷ്യൽ കാണാൻ ഹൈഡ്രജന്റെ അയനൈസേഷൻ പൊട്ടൻഷ്യലിനെ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന്റെ അറ്റോമിക് നമ്പറിന്റെ സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ക്വസ്റ്റ്യൻ നമ്പർ 5, the answer is option D, that is 1:16. Okay, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 6. Two particles A and B are in motion. If the wavelength associated with the particle A is 5 into 10⁻⁻8 meter, the wavelength of particle B having momentum half of A. So മൊമെന്റവും വേവ് ലെങ്തും റിലേറ്റ് ചെയ്യുന്നത് ഡി ബ്രോഗ്ലി വേവ് ലെങ്തിലാണ്. സോ വി നോ ദാറ്റ് ലാംഡ ഈസ് ഈക്വൽ ടു h/p. ദിസ് ഈസ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇക്വേഷൻ എന്നെനിക്ക് പറയാം. ഡ്യുവൽ ബിഹേവിയർ ഓഫ് നേച്ചറിന്റെ സെക്ഷനിൽ നമ്മൾ പഠിച്ചതാണ്. സോ എ എന്ന് പറയുന്ന പാർട്ടിക്കിൾ എടുക്കുമ്പോൾ ലാംഡ എ വിച്ച് ഇസ് ഈക്വൽ ടു h/pa, ലാംഡ ബി വിച്ച് ഇസ് ഈക്വൽ ടു h/pb എന്നും എനിക്ക് എടുക്കാം. പി എന്ന് പറയുന്നത് മൊമെന്റം ആണ്. സോ എ എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ വേവ് ലെങ്ത് അറിയാം. പി ബി ബൈ പി എ എന്ന് പറയുന്നത് 1/2 ആണ് എന്നും നമുക്കറിയാം. പി ബി ബൈ പി എ അല്ലേ, പി ബി ബൈ പി എ എന്ന് പറയുന്നതിനെ പറ്റിയും നമുക്കൊരു ഐഡിയ ഉണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 1/2 എന്നുള്ളതിലേക്കും നമുക്ക് എത്താം. സോ ഇവിടെ ഞാൻ ലാംഡ എ ബൈ ലാംഡ ബി എടുക്കുകയാണ്. ലാംഡ എ ബൈ ലാംഡ ബി വിച്ച് ഇസ് ഈക്വൽ ടു h/pa into pb by h. എച്ചും എച്ചും ക്യാൻസൽ ചെയ്യാം. സോ ലാംഡ എ ബൈ ലാംഡ ബി which is equal to
PB by PA. B having momentum half of A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു 1/2. ഓക്കെ, അപ്പോൾ ബിയുടെ വേവ് ലെങ്ത് ആണല്ലോ എനിക്ക് വേണ്ടുന്നത്. സോ ലാംഡ ബി വിച്ച് ഇസ് ഈക്വൽ ടു 2 ലാംഡ എ is equal to 2 into 5 into 10 raised to minus 8, which is equal to 10 into 10 raised to minus 8, which is equal to 10 raised to minus 7. Clear? So relation ആണ് നമ്മൾ എടുത്തത്. So lambda a by lambda b എടുത്തു. ഓക്കെ ആണേ, ഓക്കെ ആണേ മക്കളെ. സോ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും? 1 into 10 raised to minus 7 meter. ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ലാംഡ is equal to h by p എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7. The maximum number of 4 of electrons having spin quantum number minus 1/2. സോ സബ്ഷെല്ല് എഫ് ആണ്. എഫ് സബ്ഷെൽ ആവുമ്പോൾ 7 ഓർബിറ്റൽ ആണുള്ളത്. 7 ഓർബിറ്റലിൽ 14 ഇലക്ട്രോൺ ആണുള്ളത്. ഈ 14 ഇലക്ട്രോൺസിൽ ഓരോ ഓർബിറ്റലിലുള്ള ഒരു ഇലക്ട്രോണിന് എന്താണ്? -1/2 സ്പിൻ ആയിരിക്കും. അതായത് 7 ഓർബിറ്റൽ നമുക്ക് വിളിക്കാം. 1 2 3 4 5 6. ഓക്കെ, അപ്പൊ 7 ഓർബിറ്റലിൽ 14 ഇലക്ട്രോൺ. 2 ഓക്കെ, സോ ഓരോന്നിലും -1/2 +1/2 +1/2 -1/2 അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്പിൻ ക്വാണ്ടം നമ്പർ -1/2 ഉള്ള 7 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8. A helium atom at 300 Kelvin is moving with a velocity 2.40 into 10 raised to 2 meter per second. Then de Broglie wavelength. We know that എന്ത് അറിയാം നമുക്ക്? wavelength, de Broglie wavelength lambda is equal to h by p ആണെന്ന് അറിയാം. സോ മൊമെന്റം തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ p നമുക്ക് മാസ് ഇൻറ്റു വെലോസിറ്റി ടേം വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഹീലിയം ആറ്റത്തിന്റെ മാസ് ആണ് വേണ്ടത്. സോ മാസ് ഓഫ് ഹീലിയം ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് മാസ് 4 ആണ്, വിച്ച് ഇസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ചെയ്താൽ മാസ് ഓഫ് ഹീലിയം കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 6.64 into 10 raised to minus 34. സോ ഈ വാല്യൂസ് നമുക്ക് ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എച്ചിന്റെ വാല്യൂ 6.626 into 10 raised to minus 34 by mass of helium is 6.64 into 10 raised to minus 34 into velocity already നമ്മുടെ കയ്യിലുണ്ട്, that is 2.4 into 10 raised to 2. സോ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കിട്ടും 0.416 into 10 raised to minus 9 meter. This is the de Broglie wavelength of helium atom at 300 Kelvin എന്ന് എനിക്ക് പറയാം. So 1 nanometer എന്ന് പറയുന്നത് 10 raised to minus 9 meter ആണ്. So this one is written as 0.416 nanometer. Therefore option A is the right one. Okay, clear ആയല്ലോ? de Broglie wavelength lambda is equal to h by p. പിക്ക് മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടെത്താൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വിത്ത് യുവർ പെർമിഷൻ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 9ലേക്ക് പോവുകയാണ്. ഓക്കെ, in photoelectric effect, the kinetic energy of the photoelectron increases linearly with the photoelectric effect. ഒരു suitable frequencyയിൽ ലൈറ്റ് എനർജി മെറ്റൽ സർഫസിൽ വീഴുമ്പോൾ ഇലക്ട്രോൺസിന്റെ ഇജക്ഷൻ നടക്കുന്നു എന്ന് നമുക്കറിയാം. സോ ആ ഫോട്ടോ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിരിക്കും? വന്നു വീഴുന്ന ഇൻസിഡന്റ് ലൈറ്റിന്റെ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ? ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണുള്ളതെങ്കിൽ ഇലക്ട്രോൺ ഇജക്ട് ചെയ്യും. ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലുണ്ട് എങ്കിൽ എന്താണ്? ആ ഇലക്ട്രോൺ ജസ്റ്റ് മൂവ് ചെയ്യും. മൂവ് ചെയ്യാൻ വേണ്ടുന്ന എനർജിയാണ് മക്കളെ കൈനറ്റിക് എനർജി. സോ ദ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഇൻക്രീസസ് ലീനിയർലി വിത്ത് ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് എന്ന് എനിക്ക് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 10. The nodes present in 3p orbital. What is node? നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ 0 ആകുന്നതാണ് നോഡ്. സോ ഒരു ഓർബിറ്റലിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ടോട്ടൽ നമ്പർ ഓഫ് നോഡ് എത്രയാണെന്ന് അറിയണമെങ്കിൽ ദാറ്റ് ഈസ് n മൈനസ് 1 ആണ്. വാട്ട് ഈസ് n? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇവിടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 അല്ലേ? അപ്പൊ നമുക്ക് 3 മൈനസ് 1, അപ്പൊ 2 നോഡുകളാണ് കിട്ടുക. ഈ 2 നോഡുകളിൽ സ്പെറിക്കൽ നോഡ് എത്രയാണ്, പ്ലാനാർ നോഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ പ്ലാനാർ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ എത്രയാണോ അത്രയും പ്ലാനാർ നോഡ്സ് കിട്ടും. എന്താണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ അത്രയും എന്ത് കിട്ടും? പ്ലാനാർ നോഡ്സ് കിട്ടും. സോ ഇവിടെ പി ആണ് സബ്ഷെൽ. സോ അസിമുത്തൽ ക്വാണ്ടം നമ്പർ പി 0 ആണെങ്കിൽ എസ് ആണ്, 1 ആണെങ്കിൽ പി ആണ്. സോ പി സബ്ഷെൽ ആയതുകൊണ്ട് തന്നെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ 1 ആണ്. സോ പ്ലാനാർ നോഡ് എത്ര ഉണ്ട്? 1. ഒരു പ്ലാനാർ നോഡ് മാത്രമേ ഉള്ളൂ. സ്പെറിക്കൽ നോഡ്സ് എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ സ്പെറിക്കൽ നോഡ്സ് എത്രയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് n മൈനസ് എൽ മൈനസ് 1 ആയിരിക്കും. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ നിന്ന് അസിമുത്തൽ ക്വാണ്ടം നമ്പർ കുറയ്ക്കുക, പിന്നെ ഒന്നുകൂടെ കുറയ്ക്കുക. സോ നമുക്കിവിടെ സ്പെറിക്കൽ നോഡ്സ് 1 കിട്ടും. അപ്പോൾ പ്ലാനാർ നോഡ്സും 1 ആണ്, സ്പെറിക്കൽ നോഡ്സും 1 ആണ്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് വൺ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് 2 എണ്ണമാണ്. അത് n മൈനസ് 1 വെച്ചിട്ടാണ്. പ്ലാനാർ നോഡ്സ് എന്ന് പറഞ്ഞാൽ L ആണ്, സ്പെറിക്കൽ നോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n മൈനസ് എൽ മൈനസ് 1 ആയിരിക്കും. ഓക്കെ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. മനസ്സിലായല്ലോ? നമുക്കെങ്കിൽ 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11. Which of the following species will produce the shortest wavelength for the transition n is equal to 2 to n is equal to 1? ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ് ചോദ്യമെങ്കിൽ മക്കളെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഹയസ്റ്റ് വേവ് നമ്പർ ആണ്. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഹയസ്റ്റ് വേവ് നമ്പർ ആണ്. സോ ഹയസ്റ്റ് വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ന്യൂ ബാർ ഈസ് ഈക്വൽ ടു r ഇൻറ്റു 1 ബൈ n1 സ്ക്വയർ മൈനസ് 1 ബൈ n2 സ്ക്വയർ ഇൻറ്റു z സ്ക്വയർ ആണ്. സോ ഇസഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ്. നമ്മളിവിടെ അറ്റോമിക് നമ്പർ ഹൈഡ്രജൻ 1, ഹീലിയം 2, ഡ്യൂട്ടീരിയം ഹൈഡ്രജന്റെ തന്നെയാണ്, ലിഥിയം 3. അപ്പോൾ ഇവിടെ ഇസഡ് സ്ക്വയർ, ഈ വാല്യൂവിനെ ഇസഡ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ ഫാക്ടർ ആയിട്ട് വരിക. അപ്പോൾ അറ്റോമിക് നമ്പർ ഹയർ ആയിട്ട് വരുന്നത് ആർക്കാണ്? ലിഥിയത്തിനാണ്. അപ്പോൾ അതിന് എന്ത് കൂടുതലാണ്? ഡബിൾ അയണൈസ്ഡ് ലിഥിയം ആറ്റത്തിന് ഹയസ്റ്റ് വേവ് നമ്പർ ആണ്. അപ്പോൾ അതിന് ഹയസ്റ്റ് വേവ് നമ്പർ ആണെങ്കിൽ എന്താണ്? ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. സോ ജസ്റ്റ് റിമെമ്പർ, ഹയസ്റ്റ് വേവ് നമ്പർ ഉള്ളതിന് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആയിരിക്കും. സോ അവിടെ ചെക്ക് ചെയ്യുമ്പോൾ അറ്റോമിക് നമ്പർ കൂടുതലുള്ളതിനായിരിക്കും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് വരിക. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് പോകുന്നു. ദ ടോട്ടൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇൻ HA, that is ഹാഗ്നിയം എന്ന് പറയുന്ന എലമെന്റ് ആണ്. അറ്റോമിക് നമ്പർ 105 ആണ്. സോ അപ്പോൾ നിങ്ങൾ കരുതും ഇവിടെ ഇപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു, അതിന്റെ ഒരാവശ്യവുമില്ല. ഏകദേശം ഒരു 104 എബോവ് ഒക്കെ പോയി കഴിഞ്ഞാൽ ആ എലമെന്റിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുക, 05. ആ 05 എന്ന് പറയുന്നതാണ് ഗ്രൂപ്പ്. ആ എലമെന്റിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. 105 എബോവ് പോകുമ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നോക്കിയാൽ മതി, അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് എന്ന് പറയുക. അപ്പോൾ ഗ്രൂപ്പ് അറിയാമെങ്കിൽ നമുക്ക് വാലൻസ് ഇലക്ട്രോൺ പറയാൻ കുഴപ്പമില്ലല്ലോ. സോ ഗ്രൂപ്പ് 5 എന്ന് പറയുമ്പോൾ തന്നെ എനിക്കറിയാം അതെന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഓക്കെ, ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് 3D സീരീസ് വെച്ച് പറയാം. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം. സ്കാൻഡിയം 3rd ഗ്രൂപ്പ്, ടൈറ്റാനിയം 4th ഗ്രൂപ്പ്, വനേഡിയം 5th ഗ്രൂപ്പ്. സോ വനേഡിയത്തിൽ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടോ അതായിരിക്കത്തില്ലേ ഹാഗ്നിയത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. സ്കാൻഡിയം 21, ടൈറ്റാനിയം 22, വനേഡിയം 23. അപ്പോൾ അതിനകത്ത് എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ കാണും? D3 അല്ലേ? 4s2 D3 എന്ന് പറയുമ്പോൾ 3 അൺപെയ്ഡ് ഇലക്ട്രോൺ. അപ്പോൾ ഹാഗ്നിയത്തിൽ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ആണുള്ളത്? 3 അൺപെയ്ഡ് ഇലക്ട്രോൺ ആണുള്ളത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് വൺ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ നമ്പർ 13. Which of the following ions has the maximum magnetic moment? So maximum magnetic moment എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ചെക്ക് ചെയ്യണം. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഗ്രേറ്റർ ആയിട്ടുള്ളതിനായിരിക്കും മാക്സിമം മാഗ്നറ്റിക് മൊമെന്റ് വരിക. സോ നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണ് എങ്കിൽ ഇതെല്ലാം 3D സീരീസ് ആണെന്ന് നമുക്കറിയാം. ഈ 3D സീരീസിൽ മാംഗനീസ് 2+ലാണ് 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത്. മാംഗനീസ് 2+ൽ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്? 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അതിനായിരിക്കും മാക്സിമം മാഗ്നറ്റിക് മൊമെന്റ്. അപ്പോൾ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഏതിലാണോ കൂടുതൽ അതിനായിരിക്കും ഹയസ്റ്റ് മാഗ്നറ്റിക് മൊമെന്റ്. മാംഗനീസിനാണ് ഹയസ്റ്റ് മാഗ്നറ്റിക് മൊമെന്റ് വരിക. അതിൽ 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 14.
Energy of hydrogen atom in the ground state is minus 13.6 electron volt. Hence, energy in the second excited state. അപ്പോൾ ഈ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് തേർഡ് എനർജി ലെവലാണ്. എന്താണ്? തേർഡ് എനർജി ലെവലാണ്. ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന്റെ എനർജി ഓഫ് nth ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുക 13.6 by n സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. എനർജി ഓഫ് nth ഓർബിറ്റിൽ എങ്ങനെയാണ്? 13.6 by n സ്ക്വയർ. എനർജി ആയതുകൊണ്ട് നെഗറ്റീവ് വേണ്ടല്ലോ, 13.6 by n സ്ക്വയർ. അപ്പോൾ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തേർഡ് എനർജി ലെവലാണ്. സോ എന്നിന്റെ വാല്യൂ 3 കിട്ടും. സോ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, വിച്ച് ഇസ് ഈക്വൽ ടു 13.6 by എന്താണ് n സ്ക്വയർ, ദാറ്റ് ഈസ് 3 സ്ക്വയർ 9 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എനിക്ക് ആൻസർ കിട്ടുന്നത് എത്രയായിരിക്കും? 1.51 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? 1.51 ഇലക്ട്രോൺ വോൾട്ട്. എനർജി ഓഫ് nth ഓർബിറ്റൽ ആണ്. സോ ഗ്രൗണ്ട് സ്റ്റേറ്റ് വാല്യൂ മൈനസിൽ തന്നിരിക്കുന്നത് കൊണ്ടാണ്. എനർജി ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. So question number 15, the question related to Heisenberg uncertainty principle. Uncertainty in position of a particle of 25 gram in space is 10 raised to minus 15 meter. Hence uncertainty in velocity. അപ്പോൾ uncertainty in velocity ആണ് കാണേണ്ടത്. Uncertainty in velocity, that is delta x into delta v is equal to h by 4 pi m. ഇവിടെ uncertainty in velocity delta v is equal to h by 4 pi m into delta x. h in the value, that is 6.626 into 10 raised to minus 34 by 4 into 3.14 into mass 25 gram ആണ്, അതിനെ കിലോഗ്രാം ആക്കുമ്പോഴത്തേക്ക് 10 raised to minus 3 into പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട് 10 raised to minus 15 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 10 raised to minus 15 ആണ്. ഓക്കെ, സോ കാൽക്കുലേഷൻ കഴിഞ്ഞ് നമുക്ക് ആൻസറിലേക്ക് എത്തുമ്പോൾ അതെനിക്ക് കിട്ടുക 2.1 into 10 raised to minus 18 meter per second എന്നാണ്. സോ ഓപ്ഷൻ എ is the right one. ഓക്കെ, ക്ലിയർ? സോ ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ നടന്നത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 16ലേക്ക് പോകാം. Question number 16, the question related to de Broglie wavelength. De Broglie wavelength എന്താണ്? Lambda is equal to h by p എന്ന് പറയുന്ന de Broglie wavelength റിലേറ്റഡ് ആണ്. സോ ഒരു ടെന്നീസ് ബോളിന്റെ de Broglie wavelength കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ മാസ് 60 gram ആണ്, വെലോസിറ്റി 10 meter per second ആണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.6 into 10 raised to minus 34. സോ എനിക്കപ്പോൾ h by p a h by m v എന്നിടാം. h എന്ന് പറയുന്നത് 6.626 into 10 raised to minus 34 by മാസ് എന്ന് പറയുന്നത് 60 gram ആണ്, അതിനെ കിലോഗ്രാമിലാക്കുമ്പോൾ 10 raised to minus 3. വെലോസിറ്റി എന്ന് പറയുന്നത് 10 meter per second ആണ്. സോ ചെയ്യുമ്പോൾ ആൻസർ 11.05 into 10 raised to minus 34 എന്നാണ് കിട്ടുക. ഓക്കെ, സോ അതിനെ റൗണ്ട് ചെയ്താൽ എനിക്ക് 1.1 into 10 raised to minus 33 എന്ന് എഴുതാൻ പറ്റും. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ എ is the right one. 1.1 into 10 raised to minus 33 അല്ലേ, അപ്പോൾ അതിനെ 10 raised to minus 33 എന്ന് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. സോ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൽ കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൊടുത്തത്, മാസ് ഇൻറ്റു വെലോസിറ്റി. സോ റൗണ്ട് ചെയ്ത് നമ്മൾ പവർ ടൈമിലേക്കാണ് അതിനെ കൊണ്ടുവന്നത്. 11.05നെ 1.1 into 10 raised to minus 33 എന്ന് എഴുതാം. സോ ഓപ്ഷൻ ഈസ് 10 raised to minus 33 meter. ഓക്കെ ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 17, the number of d electrons retained in Fe2 plus ions. Fe2 plus ionsൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്? സോ അറ്റോമിക് നമ്പർ ഓഫ് അയൺ Fe എന്ന് പറയുന്നത് 26 ആണ്. സോ ഇതിന്റെ കോൺഫിഗറേഷൻ എനിക്ക് ആർഗൺ 3d6 എന്ന് എഴുതാവുന്നതാണ്. സോ 2 ഇലക്ട്രോണിനെ കളയുന്നു, എന്ന് വെച്ചാൽ 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ Fe2 പ്ലസ് ആകും, ദാറ്റ് ഈസ് ആർഗൺ 3d6 എന്ന് എനിക്ക് കിട്ടും. ആർഗൺ 3d6 എന്നാണ് എനിക്ക് കിട്ടുക. സോ 3d6 എന്ന് ഞാൻ എടുക്കുമ്പോൾ നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ് എത്ര? 6 എണ്ണമാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഡയറക്റ്റ് ആണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയതിനു ശേഷം 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്തതിനു ശേഷം ഡി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 17 ആൻസർ 6.
ഓക്കെ മക്കളെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? ചെയ്യുന്ന പാറ്റേൺ ക്ലിയർ ആവുന്നുണ്ടല്ലോ? നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉള്ളത് അന്നേരം തന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക. ക്വസ്റ്റ്യൻ നമ്പർ 18. The orbital angular momentum for an electron revolving in an orbit is given by root of L into L plus 1 h by 2 pi. This momentum for an S electron. S electronന്റെ momentum കണ്ടുപിടിക്കാനാണ്. സോ ഇവിടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ L ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ എസ് എന്ന് പറയുമ്പോൾ അതിന്റെ L വാല്യൂ 0 അല്ലേ? സോ നമുക്ക് ആംഗുലാർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് L ഇൻറ്റു L പ്ലസ് 1 ഇൻറ്റു എച്ച് ബൈ 2 പൈ ആണ്. അപ്പോൾ എല്ലിന്റെ വാല്യൂ 0 ആണ് എങ്കിൽ കാൽക്കുലേഷൻ കഴിയുമ്പോൾ എനിക്കിവിടെ മൊമെന്റം എന്തെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 19. The wavelength of the radiation emitted when in a hydrogen atom electron falls from infinity to stationary state 1 would be റിഡ്ബർഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. സോ വേവ് ലെങ്ത് ആണല്ലോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വേവ് നമ്പർ ആണ് നമ്മൾ പഠിച്ചിരിക്കുക. സോ വേവ് നമ്പർ ഈസ് ഈക്വൽ ടു RH into 1 by n1 square minus 1 by n2 square. n1 that is 1, n2 that is infinity. So 1.097 into 10 raised to 7, 1 by 1 square minus 1 by infinity. അപ്പോൾ 1 by infinity എന്താകും? 0 ആയിട്ട് മാറും. അപ്പോൾ വേവ് നമ്പർ എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടും? 1.097 into 10 raised to 7 എന്ന് കിട്ടും. ഓക്കെ, മീറ്റർ ഇൻവേഴ്സ് എന്നുള്ളതിലേക്ക് നമുക്ക് എത്തും. സോ എനിക്ക് കണ്ടുപിടിക്കേണ്ട വേവ് ലെങ്ത് അല്ലേ? അപ്പോൾ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു 1 by വേവ് നമ്പർ ആണ് അല്ലേ? റെസിപ്രോക്കൽ അല്ലേ? വിച്ച് ഈസ് 1 by 1.097 into 10 raised to 7 എന്ന് എടുക്കാം വേവ് ലെങ്ത്. സോ അപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ 91 into 10 raised to minus 9 മീറ്റർ എന്ന് കിട്ടും. സോ 10 raised to minus 9 മീറ്റർ എന്താണ്? 1 നാനോമീറ്റർ അല്ലേ? സോ ആൻസർ ഈസ് 91 നാനോമീറ്റർ. സോ എ ഈസ് ദ റൈറ്റ് വൺ. സോ ന്യൂ ബാർ കണ്ടുപിടിക്കുക. ന്യൂ ബാറിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ വേവ് ലെങ്ത് ആവും, ഇൻഫിനിറ്റി ആവുമ്പോൾ അത് 0 ടൈം ആയിട്ട് പോകും. ക്വസ്റ്റ്യൻ നമ്പർ 20. 4f ഓർബിറ്റലിന്റെ ക്വാണ്ടം നമ്പേഴ്സ്. അപ്പോൾ 4f ഓർബിറ്റൽ എടുത്താൽ n, l, m, s. n എന്ന് പറയുന്നത് 4 ആണ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ f അല്ലേ? 0ക്ക് s കിട്ടും, 1ന് p, 2ന് d, 3ക്ക് f. അപ്പോൾ f എന്ന് പറയുമ്പോൾ 3 ആണല്ലോ l വാല്യൂ കിട്ടുക. വെച്ച് കഴിഞ്ഞാൽ എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ അത് s ആണ്, എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് p ആണ്, എല്ലിന്റെ വാല്യൂ 2 ആണെങ്കിൽ അത് d ആണ്, എല്ലിന്റെ വാല്യൂ 3 ആണെങ്കിൽ f. അപ്പോൾ ഇവിടെ f ആയതുകൊണ്ട് എല്ലിന്റെ വാല്യൂ 3. ഓക്കെ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് നടക്കാം? m വാല്യൂവിലേക്ക് എത്താം. l വാല്യൂ അറിയാമെങ്കിൽ പിന്നീട് m വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് മൈനസ് l ടു 0 ടു പ്ലസ് l അല്ലേ വരിക? സോ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 3 മൈനസ് 2 മൈനസ് 1 0 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 3. സ്പിൻ ക്വാണ്ടം നമ്പർ പ്ലസ് ഓർ മൈനസ് 1/2 അതല്ലേ എക്സ്പെരിമെന്റൽ ക്വാണ്ടം നമ്പർ. സോ എന്നിന്റെ വാല്യൂ 4 ആകുന്ന ആദ്യത്തെ 3 ഓപ്ഷൻസ് ഉണ്ട്. എല്ലിന്റെ വാല്യൂ 3 ആകുന്നത് ഒന്നാമത്തെയും മൂന്നാമത്തെയും ഓപ്ഷനേ ഉള്ളൂ. എല്ലിന്റെ വാല്യൂ ഈ തന്നിരിക്കുന്ന -3 തൊട്ട് +3 വരെയാണ് വരേണ്ടത്. സോ അതിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്നത് എം വാല്യൂ തേർഡ് ഓപ്ഷന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഓപ്ഷന് +4 ആണ്. അങ്ങനെ ഒരു എം വാല്യൂ എന്തായാലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ഫോർ ദ ഫോളോയിങ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഇൻ ദ കേസ് ഓഫ് 4f ഇലക്ട്രോൺ. സോ ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. സോ 4f എന്ന് പറയുമ്പോൾ ഷെൽ നമ്പർ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, സബ് ഷെല്ലിന്റെ നമ്പർ ആണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പറിന് നെഗറ്റീവ് തൊട്ട് പോസിറ്റീവ് വരെയാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് വെച്ചാൽ +or -1/2 ആയി. ക്വസ്റ്റ്യൻ നമ്പർ 21. ക്രോമിയം ആറ്റത്തെ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് അറ്റോമിക് നമ്പർ 24. സോ സബ് ഷെൽ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 3d5 4s1. ഓക്കെ, ഇങ്ങനെയാണല്ലോ വരുന്നത്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ L is equal to 1. L is equal to 1 എന്ന് പറഞ്ഞാൽ P ആണ്, L is equal to 2 എന്ന് പറഞ്ഞാൽ D ആണ്. ഇത് രണ്ടിലുമുള്ള ഇലക്ട്രോണിന്റെ എണ്ണമാണ് ചോദിച്ചത്. L is equal to 1 എന്ന് പറയുമ്പോൾ P ഓർബിറ്റൽ ദാ ഈ ഒരു P ഉണ്ട്, പിന്നീട് ദാ ഈ ഒരു P ഉണ്ട്. അപ്പോൾ 6 + 6 എത്ര കിട്ടും? 12 കിട്ടും. ഒരൊറ്റ ഡി എ ഉള്ളു, അത് 3d5 ആണ്. സോ 5. അപ്പോൾ L is equal to 1ൽ 12 ഇലക്ട്രോണും L is equal to 2ൽ 5 ഇലക്ട്രോണുമാണ് ഉള്ളത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് വൺ.
ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 21 ക്ലിയർ ആയല്ലോ. നമുക്കിനി 22 കടക്കാം. 22 നമുക്ക് എത്താം. നിങ്ങൾ റെഡിയാണേ? ഞാൻ റെഡിയാണ്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ റിലേഷൻ ടു ദ ഹൈഡ്രജൻ ആറ്റം ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഹൈഡ്രജൻ ആറ്റവുമായിട്ട് കറക്റ്റ് റിലേഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ, 3s, 3p and 3d orbitals all have the same energy. 3s and 3p are of lower energy than 3d orbital. 3p orbital is lower in energy than 3d orbital. 3s orbital is lower in energy than 3p orbital. ഓൾറെഡി നമുക്കറിയാം എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ. പക്ഷേ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു എക്സെപ്ഷൻ പറയണം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കാര്യത്തിൽ എന്താണ് എനർജി എന്ന് പറയുന്നത്? ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n. എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ 1s ലെസ് ദാൻ 2s ഈക്വൽ ടു 2p. കാരണം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2നും 2 അല്ലേ, അപ്പൊ അതിന്റെ രണ്ടിന്റെയും എനർജി സെയിം ആയിരിക്കും. ദെൻ അത് കഴിഞ്ഞ് എങ്ങനെ വരും? 3s ഈക്വൽ ടു 3p ഈക്വൽ ടു 3d ലെസ് ദാൻ 4s ഈക്വൽ ടു 4p ഈക്വൽ ടു 4d ഈക്വൽ ടു 4f. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ മാത്രമേ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഹൈഡ്രജൻ ആറ്റത്തിൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് വൺ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 22. ക്ലിയർ? Question number 23. Question number 23 is again related to Heisenberg uncertainty principle. So already we know that Heisenberg uncertainty principle, delta x into delta p equal to h by 4 pi. ഡെൽറ്റ പി എന്നുള്ളത് മാസ് ഇൻറ്റു വെലോസിറ്റിയിലേക്ക് പോകുമ്പോൾ എനിക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ഡെൽറ്റ എക്സ് ഈക്വൽ ടു h by 4 pi into m delta v. ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണേണ്ടത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ of an electron moving with a velocity 300 meter per second, accurate up to 0.001% will be എന്നുള്ളതാണ്. സോ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഡെൽറ്റ എക്സ് ആണ്. സോ നമുക്ക് ഓൾറെഡി ഡെൽറ്റ വി കാൽക്കുലേറ്റ് ചെയ്യണം. ഡെൽറ്റ വിയുടെ ആക്യുറസി എന്ന് പറയുന്നത് 0.001% ആണ്. സോ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 0.001/100 into 300 ചെയ്യുക. സോ നമുക്ക് 3 into 10⁻³ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ. h എന്ന് പറയുന്നത് 6.626 into 10⁻34, 4 into 3.14 into മാസ് നമുക്കറിയാം എത്രയാണ് മാസ്? 9.1 into 10⁻31 into velocity that is 3 into 10⁻³ സോ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.92 into 10⁻² മീറ്റർ എന്നുള്ളതായിരിക്കും. C is the right one. So just Heisenberg uncertainty പ്രിൻസിപ്പളിന്റെ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ആൻസറിലേക്ക് എത്തുക. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 23. വിത്ത് യുവർ പെർമിഷൻ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആർ യു റെഡി? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 24. അക്കോർഡിംഗ് ടു ബോർ തിയറി, ക്വസ്റ്റ്യൻ ബോർ തിയറിയിലേക്ക് എത്തുന്നു, ആംഗുലാർ മൊമെന്റത്തിലേക്ക് എത്തുന്നു. അക്കോർഡിംഗ് ടു ബോർ തിയറി, ആംഗുലാർ മൊമെന്റം mvr is equal to nh by 2 pi. We know that angular momentum mvr is equal to nh by 2 pi. Okay, fifth ഓർബിറ്റിന്റെ ആംഗുലാർ മൊമെന്റം ആണ് കണ്ടെത്തേണ്ടത്. സോ ഫിഫ്ത്ത് ഓർബിറ്റിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ n ന് 5 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം. that is mvr is equal to nh 5h by 2 pi. What is 5/2? 5/2 എന്ന് പറയുന്നത് 2.5 h by pi. So option D is the right one. So angular momentum, we know that it is mvr is equal to nh by 2 pi, where n is the principal quantum number. Here n എന്ന് പറയുന്നത് ഫിഫ്ത്ത് ഓർബിറ്റ് ആണ് മക്കളെ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ, ഡൗട്ട് ഒന്നും ഇല്ല എന്നുള്ള വിശ്വാസത്തിൽ സാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25.
The spin-only magnetic moment of nickel 2 plus. Nickel 2 plus ന്റെ spin-only magnetic moment ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നിക്കലിന്റെ അറ്റോമിക് നമ്പർ 28 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ കിട്ടും: ആർഗൺ 3d8 4s2. ഓക്കെ, സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ആണ്. സോ 3d8 നമുക്കൊന്ന് എടുക്കാം. 3d8 എന്ന് പറയുമ്പോൾ 3d എന്ന് പറയുന്നത് ഡീജനറേറ്റ് ഓർബിറ്റൽ ആണ്. ഡീജനറേറ്റ് ഓർബിറ്റൽ ദാറ്റ് ഈസ് ദ സെയിം എനർജി ലെവൽ ഉള്ളതിനെയാണ് ഡീജനറേറ്റ് ഓർബിറ്റൽ എന്ന് പറയുക. ഡീജനറേറ്റ് ഓർബിറ്റലിൽ ഫസ്റ്റ് ഓഫ് ഓൾ സിംഗ്ലി ഒക്യുപ്പേഷൻ നടക്കും. സോ 1 2 3 4 5. സോ അതിനുശേഷം നമുക്ക് എന്താണ് നടക്കുക? സിംഗിൾ ഓക്യുപ്പേഷന് ശേഷം പെയറിംഗ് 6 7 8. ഓക്കെ, സോ അപ്പോൾ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ആണുള്ളത്? 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണുള്ളത്. സോ 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് എങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് n into n plus 2 ആണ്. റൂട്ട് ഓഫ് n into n plus 2. n ന്റെ വാല്യൂ that is 2 unpaired electron where n is not principal quantum number here. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ആണ് എടുക്കുക. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ 2 ആണ്. സോ 2 into 2 plus 2 that is root 8 എന്ന് കിട്ടും. റൂട്ട് 8 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 2.84 ആയിരിക്കും. 2.84. that is option A is the right one. Clear? Question number 26 ലേക്ക് കടക്കാം. Which of the following nuclear reaction will generate isotope? ഐസോടോപ്പിനെ ജനറേറ്റ് ചെയ്യുന്ന ന്യൂക്ലിയർ റിയാക്ഷൻ ഏതാണ്? ഐസോടോപ്പ് മീൻസ് അറ്റോമിക് നമ്പർ സെയിം, മാസ് നമ്പർ ഡിഫറെന്റ്. സോ ഇവിടെ നോക്കുമ്പോൾ പോസിട്രോൺ എമിഷൻ, ആൽഫ പാർട്ടിക്കിൾ എമിഷൻ, ബീറ്റ പാർട്ടിക്കിൾ എമിഷൻ, ഇവിടെ എല്ലാം തന്നെ അറ്റോമിക് നമ്പറിന് ചേഞ്ച് ഉണ്ടാവും. ചേഞ്ച് ഇല്ലാത്തത്, അറ്റോമിക് നമ്പർ ചേഞ്ച് വരാത്തത് ഒന്നിന് മാത്രമേ ഉള്ളൂ. ഏതാണ്? ന്യൂട്രോൺ പാർട്ടിക്കിൾ എമിഷന് മാത്രമേ ചേഞ്ച് വരാത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഐസോടോപ്പിനെ ജനറേറ്റ് ചെയ്യുന്നത് ന്യൂട്രോൺ പാർട്ടിക്കിൾ എമിഷൻ ആയിരിക്കും. Question number 27. The ionization enthalpy of hydrogen atom is 1.312 into 10 raised to 6 joule per mole. The energy required to excite the electron in the atom from n1 is equal to 1 to n2 is equal to 2. സോ നമുക്കറിയാം, നമ്മൾ ഹൈഡ്രജന്റെ ആറ്റത്തിന്റെ ബോർ മോഡലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സോ എന്താണ്? എനർജി റിക്വയർഡ് ടു എക്സൈറ്റ് ദ ഇലക്ട്രോൺ ആണ്. സോ എനർജി റിക്വയർഡ് ടു എക്സൈറ്റ് ദ ഇലക്ട്രോൺ എന്ന് പറയുന്നത് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഹൈഡ്രജൻ ഇൻടു എക്സൈറ്റഡ് സ്റ്റേറ്റ് ദാറ്റ് ഈസ് 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ ആണെന്ന് പഠിച്ചു. സോ അയണൈസേഷൻ എൻതാൽപ്പി എന്താ? 1.321 into 10 raised to 6 1/n1 square that is 1 minus 1/4 എന്ന് എനിക്ക് കിട്ടും. So which is equal to 1.321 into 10 raised to 6 into 3/4 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താം. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 9.84 into 10 raised to 5 എന്നുള്ള ആൻസർ കിട്ടും. സോ അയണൈസേഷൻ എൻതാൽപ്പി അറിയാമെങ്കിൽ ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ അയണൈസേഷൻ എൻതാൽപ്പി ഇൻടു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ആൻസർ 9.84 into 10 raised to 5 ജൂൾ പെർ മോൾ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ നമ്പർ 28. Which of the following set of quantum numbers represents the highest energy of an atom? ഹയസ്റ്റ് എനർജി ഓഫ് ആൻ ആറ്റം റെപ്രസെന്റ് ചെയ്യുന്ന ക്വാണ്ടം നമ്പർ ഏതാണ്? സോ വേറൊന്നുമില്ല, n+l വാല്യൂ നമുക്കറിയാം. അപ്പോൾ n+l വാല്യൂ ഗ്രേറ്റർ ആണെങ്കിൽ ഹയസ്റ്റ് എനർജി ആയിരിക്കും. ഓക്കെ, n+l വാല്യൂ ഗ്രേറ്റർ ആണെങ്കിൽ എന്താണ്? ഹയസ്റ്റ് എനർജി ആയിരിക്കും. സോ ഇൻ ദ ഫസ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്കറിയാം n+l വാല്യൂ എത്ര കിട്ടും? 3 കിട്ടും. രണ്ടാമത്തതിൽ n+l വാല്യൂ 4 കിട്ടും. മൂന്നാമത്തതിൽ n+l വാല്യൂ 5 കിട്ടും. നാലാമത്തതിൽ n+l വാല്യൂ 4 കിട്ടും. സോ n+l വാല്യൂ കൂടുതലുള്ളത് ഏതാണ്? സിക്കാണ്. സോ അതിനായിരിക്കും ഹയസ്റ്റ് എനർജി. അപ്പോൾ ഓർമ്മയിൽ വെച്ചേക്കാം, n+l വാല്യൂ ഗ്രേറ്റർ ആയുള്ളതിനായിരിക്കും എന്ത് കൂടുതൽ? എനർജി ഹയസ്റ്റ് ആവുക. Question number 29. The energy required to break 1 mole of CCl bond in Cl2 is
242 kilojoule per mole. The longest wavelength of the light capable of breaking a single CL-Cl bond. CL-Cl bond ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഒരു മോളിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടുന്ന എനർജി 242 ആണ്. അപ്പോൾ ഒരു പാർട്ടിക്കിളിന്റെ എനർജി എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ എടുക്കാം? എനർജി ഈസ് ഈക്വൽ ടു 242 കിലോ ജൂൾ പെർ മോൾ അല്ലേ, അതിനെ ജൂളിലേക്ക് ആക്കുമ്പോൾ 10⁻³ ജൂൾ പെർ മോൾ അല്ലേ, ബൈ അവഗാഡ്രോ നമ്പർ 6.022 into 10⁻23 ആണ്. സോ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി E is equal to h nu നമുക്കറിയാം. E is equal to h nu ആണ്. ന്യൂവിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ hc/λ, ഇവിടെ നിന്ന് എനിക്ക് ലാംഡ കിട്ടും. സോ ഈ രണ്ടെണ്ണം കൂടെ ഞാൻ അങ്ങ് ഇക്വേറ്റ് ചെയ്താൽ എനിക്ക് എങ്ങനെ കിട്ടും? 2.42 into 10⁻³ by 6.022 into 10⁻23 which is equal to h ന്റെ വാല്യൂ 6.626 into 10⁻⁻34 into c ന്റെ വാല്യൂ 3 into 10⁻8 by lambda. ഓക്കെ, സോ ഇവിടുന്ന് ലാംഡയുടെ വാല്യൂ എനിക്ക് ഇങ്ങനെ കിട്ടും 494 into 10⁻⁻9 മീറ്റർ. ഓക്കെ, അപ്പോൾ 10⁻⁻9 മീറ്റർ ദാറ്റ് ഈസ് 1 നാനോമീറ്റർ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 494 നാനോമീറ്റർ എന്ന ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് വൺ. ക്ലിയർ? സോ എനർജി രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ നമ്പർ 30. Question number 30. The ionization energy of helium ion is 19.6 into 10⁻⁻18 joule per atom. The energy of first stationary state of lithium ion is. Ionization energy of helium ion എന്ന് പറഞ്ഞവർ തന്നേക്കുന്നത് 19.6 into 10⁻⁻18 joule per atom ആണ്. സോ എനിക്കിവിടെ പറയാം എനർജി ഓഫ് ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹീലിയം അയോൺ എന്ന് പറയുന്നത് അയനൈസേഷൻ എനർജിയുടെ നെഗറ്റീവ് ആയിരിക്കും. സോ -19.6 into 10⁻⁻18 ജൂൾ പെർ ആറ്റം ആണ്. നമുക്ക് ഓൾറെഡി സ്റ്റേഷനറി സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഉണ്ട്. അവിടെ നിന്ന് എനിക്കൊരു റിലേഷനിലേക്ക് ഞാൻ പോവാണ്. എനർജി ഓഫ് ഫസ്റ്റ് സ്റ്റേഷനറി സ്റ്റേറ്റ് ഓഫ് ഹീലിയം അയോൺ ബൈ എനർജി ഓഫ് ഫസ്റ്റ് സ്റ്റേഷനറി സ്റ്റേറ്റ് ഓഫ് ലിഥിയം അയോൺ is equal to എന്തായിരിക്കും? അറ്റോമിക് നമ്പർ ഓഫ് ഹീലിയം അയോൺ ബൈ ദ ഹോൾ സ്ക്വയർ ബൈ അറ്റോമിക് നമ്പർ ഓഫ് ലിഥിയം അയോൺ ദ ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ദ റിലേഷൻ. En വെച്ചിട്ട് എനർജി ഓഫ് ദ nth ഓർബിറ്റ് കണ്ടുപിടിക്കുന്ന റിലേഷൻ നമ്മൾ രണ്ടു പേർ കൂടെ എടുത്തിട്ട് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് എനർജി ഓഫ് ഫസ്റ്റ് സ്റ്റേഷനറി സ്റ്റേറ്റ് ഓഫ് ഹീലിയം അയോൺ ബൈ എനർജി ഓഫ് ഫസ്റ്റ് സ്റ്റേഷനറി സ്റ്റേറ്റ് ഓഫ് ലിഥിയം അയോൺ വിച്ച് ഇസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ ഓഫ് ഹീലിയം അയോൺ ദ ഹോൾ സ്ക്വയർ. ഇസഡ് സ്ക്വയർ എന്നല്ലേ വരിക, അപ്പൊ അതിന്റെ രണ്ടിന്റെയും സ്ക്വയർ. സോ ഹീലിയം അയോണിന്റെ എനർജി നമുക്കറിയാം, ദാറ്റ് ഈസ് -19.6 into 10⁻⁻18 ബൈ അടുത്തതിന് ഞാൻ y എന്ന് കൊടുക്കുകയാണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ ദാറ്റ് ഈസ് 2 സ്ക്വയർ ബൈ ലിഥിയം, ഹൈഡ്രജൻ ഹീലിയം ലിഥിയം, ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്ര കിട്ടും? എനിക്ക് 3 സ്ക്വയർ എന്നും കിട്ടും. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ എനിക്ക് ഈ y എന്ന് പറയുന്നതിന്റെ ആൻസർ കിട്ടുക -4.41 into 10⁻⁻16 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുക മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അയനൈസേഷൻ എനർജി അറിയാമെങ്കിൽ അതായിരിക്കും എനർജി, സ്റ്റേഷനറി സ്റ്റേറ്റിന്റെ എനർജി, അതിന്റെ നെഗറ്റീവ് സിമ്പിൾ ആയിരിക്കും. സോ ഇക്വേഷൻസ് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു റിലേഷൻസിലേക്ക് എത്തിയാൽ മാത്രം മതി. ക്ലിയർ? സോ നമുക്ക് അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 31ലേക്ക് പോകാം. A gas absorbs a photon of 355 nanometer and emits at 2 wavelength. If one of the emission is at 680 nanometer, the other is. അപ്പോൾ ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് 355 നാനോമീറ്റർ ആണ്. സോ അതിൽ രണ്ട് വേവ് ലെങ്തിനെ ഓൾറെഡി അവർ എമിറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ലാംഡ 1 എന്ന് പറഞ്ഞാൽ 680 നാനോമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ലാംഡ 2 എത്രയെന്നാണ് ചോദ്യം. സോ ലാംഡ എന്ന് പറയുന്നത് അല്ലേ, എനർജി എന്ന് പറയുന്നത് അഡിറ്റീവ് ആണെന്ന് നമുക്കറിയാം. എനർജി എന്ന് പറയുന്നത് എന്താണ്? അഡിറ്റീവ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എനർജി അഡിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് എങ്ങനെ എഴുതാം? E is equal to E1 plus E2 എന്ന് എഴുതാം ഇല്ലേ. E എന്ന് പറഞ്ഞാൽ എന്താ? hc by lambda which is equal to E1
hc by lambda 1 plus hc by lambda 2. ഇവിടെ hc ക്യാൻസൽ ആകും. സോ എനിക്ക് എന്താണ് 1 by lambda is equal to 1 by lambda 1 plus 1 by lambda 2. സോ ലാംഡയുടെ വാല്യൂ ഇവിടെ കിടപ്പുണ്ട്, ലാംഡ 1ന്റെ വാല്യൂ ഇവിടെ കിടപ്പുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ 2 എന്ന് പറയുന്നത് എനിക്ക് എത്ര കിട്ടും? 742.7 എന്ന ആൻസറിലേക്ക് കിട്ടും. ലാംഡ 2 is equal to 742.7 നാനോമീറ്റർ എന്ന് കിട്ടും. സോ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 743 നാനോമീറ്റർ എന്ന് ക്ലിയർ. സോ അപ്പോൾ എനർജി അഡിറ്റീവ് ആണെന്നുള്ള ഐഡിയ ഓർമ്മയിൽ വെച്ചേക്കാം. Question number 32. The electron identified by quantum numbers n and l. So ഇവിടെ നമ്മൾ n-ഉം l-ഉം, l അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. L0 ആണെങ്കിൽ അത് s, L1 ആണെങ്കിൽ അത് p, L2 ആണെങ്കിൽ അത് d, L3 ആണെങ്കിൽ അത് f. സോ 4-1 അപ്പൊ അതേതാണ് 4p, പിന്നെ ഏതാണ് N40 4s, ഇതാകുമ്പോഴോ 3d വരും, ഇതോ 3p. ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ചോദിക്കുമ്പോൾ n+l വാല്യൂ കണ്ടുപിടിക്കാം. 5, 4 ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 5, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 4. സോ ഏറ്റവും കുറവ് ആർക്കായിരിക്കും? 4s-നായിരിക്കും. 3p, then 4s, then 3d, then 4p അല്ലേ? n+l വാല്യൂ കൂടി വരുന്നതിനനുസരിച്ചിട്ടാണ് എനർജി കൂടി വരുന്നത്. n+l വാല്യൂ സെയിം ആണെങ്കിൽ n-ന്റെ വാല്യൂ ഗ്രേറ്റർ ആയിട്ട് വരുന്നതിനാണ് എനർജി കൂടുതൽ. സോ അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ 3p എന്ന് പറഞ്ഞാൽ d ആണ് ഓപ്ഷൻ വരിക. സോ d കഴിഞ്ഞിട്ട് 4s, b ആണ് ഓപ്ഷൻ വരിക. b അത് കഴിഞ്ഞിട്ട് 3d ആവുമ്പോൾ c. അപ്പോൾ ഓപ്ഷൻ b ഈസ് ദ റൈറ്റ് വൺ. സോ n+l റൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ. ക്വസ്റ്റ്യൻ നമ്പർ 32. Question number 33. Energy of an electron is given by, നമ്മുടെ എനർജി തന്നിട്ടുണ്ട്, that is -2.178 into 10⁻⁻18 എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. സോ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് ആണ് ചോദ്യം. അപ്പൊ എനിക്ക് ഇങ്ങനെ എടുക്കാം, ഡെൽറ്റ ഇ എന്ന് പറയുന്നത് 2.178 into 10⁻⁻18 into 1/n1 square, that is 1 square minus 1/2 square 4 അല്ലേ? ഇതെന്ന് പറയുന്നത് hc by ലാംഡയ്ക്ക് ഈക്വൽ അല്ലേ? E is equal to h nu എന്ന് പറയുമ്പോൾ nu is equal to c by ലാംഡയ്ക്ക് ഈക്വൽ ആണ്. സോ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇങ്ങനെ എടുക്കാം, 2.178 into 10⁻⁻18 into 1/1 minus 1/4 is equal to h Planck's constant ആണല്ലോ, 6.626 into 10⁻⁻34 into c-ന്റെ വാല്യൂ 3 into 10⁻8 by ലാംഡ. ഇങ്ങനെയല്ലേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ സോൾവ് ചെയ്തെടുക്കുമ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1.214 into 10⁻⁻7 മീറ്റർ ആണ് ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത എന്താണ്? വേവ് ലെങ്ത് ആണ് ചോദിച്ചത്. അപ്പോൾ എനർജി ഇക്വേഷനെ ഞാൻ h nu, that is hc by ലാംഡയുമായി ഇക്വേറ്റ് ചെയ്തിട്ടാണ് ലാംഡയുടെ വാല്യൂ 1.214 into 10⁻⁻7 എന്നുള്ള ആൻസറിലേക്ക് എത്തിയത്. ഓക്കെ, ക്ലിയർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. സോ ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യൻസും വളരെ സിൻസിയർ ആയിട്ട് തന്നെ ചെയ്തെടുക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 34. The correct set of 4 quantum numbers for the valence electron of rubidium atom. Rubidium atom atomic number 37 ആണ്. So atomic number 37 ആയ rubidium atomത്തിന്റെ electronic configuration krypton 5s1. This is the electronic configuration. So valence electron എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ 5s1ന്റെ quantum numbers ആണ് എഴുതേണ്ടത്. n is equal to principal quantum number 5 കിട്ടും. L അസിമുത്തൽ ക്വാണ്ടം നമ്പർ സബ്ഷെൽ s ആണെങ്കിൽ അത് 0 ആയിരിക്കും. അപ്പോൾ m എന്ന് പറയുന്നതും എന്ത് കിട്ടും? എനിക്ക് 0 കിട്ടും. ഓക്കെ ആണ്. m എന്ന് പറയുന്നതും എനിക്ക് എന്ത് കിട്ടും? 0 കിട്ടും. സോ n എന്ന് പറയുന്നത് എന്താണ്? +or-1/2. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ a എന്ന് പറയുന്ന ഓപ്ഷനും b എന്ന് പറയുന്ന ഓപ്ഷനും സെയിം ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 34 ക്ലിയർ. ക്വസ്റ്റ്യൻ നമ്പർ 35. Which of the following is the energy of a possible excited state of hydrogen? ഈ തന്നിരിക്കുന്നതിൽ ഹൈഡ്രജന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ എനർജി ഏതാണെന്നാണ് ചോദ്യം. സോ നമുക്കറിയാം എനർജി ഓഫ് nth ഓർബിറ്റൽ ഈസ് ഈക്വൽ ടു -13.6 into
Z square by N square ആണെന്ന് നമുക്കറിയാം. സോ ഇവിടെ ഹൈഡ്രജൻ ആവുമ്പോൾ -13.6 ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയർ ആണ്. അറ്റോമിക് നമ്പർ 1 ആണല്ലോ, അപ്പോൾ അത് 1 സ്ക്വയർ ആണ്. ബൈ എന്നിന്റെ വാല്യൂ ഞാൻ 2 എന്ന് കൊടുക്കണം, അപ്പോൾ 2 സ്ക്വയർ എടുക്കാം. ഓക്കെ, അപ്പോൾ -13.6 ബൈ 4 -13.6 ബൈ 4 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? -3.4 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ ആയിരുന്നോ? ക്ലിയർ ആയിരുന്നല്ലോ? പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഈ 35 ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് കൺവേ ചെയ്തിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 36. ക്വസ്റ്റ്യൻ നമ്പർ 36 ചെയ്ത് തുടങ്ങാം. എന്താ? The value of Planck constant is 6.636 into 10 raised to -34 joule second. The speed of light is 3 into 10 raised to 17 nanometer per second. Which value is closest to the wavelength in nanometer of quantum of light with frequency 6 into 10 raised to 15 second inverse? Okay, so already നമുക്കറിയാം nu is equal to z by lambda. Lambda is equal to z by nu എന്ന് എനിക്ക് എടുക്കാം. സോ ഇവിടെ c എന്ന് പറയുന്നത് നാനോമീറ്ററിലാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 3 into 10 raised to 17 by then nu എന്ന് പറയുന്നത് ഫ്രീക്വൻസി അവർ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 6 into 10 raised to 15 എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. സോ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ 50 നാനോമീറ്റർ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് വൺ. ക്ലിയർ? ഒന്നുകൂടി പറയാം. nu is equal to, അവിടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ തന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേവ് ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫ്രീക്വൻസിയും സ്പീഡ് ഓഫ് ലൈറ്റ് വെലോസിറ്റിയും അറിയാമെങ്കിൽ വേവ് ലെങ്ത് കാണാൻ നമുക്കറിയാം. nu is equal to c by lambda. ലാംഡ എന്ന് പറയുന്നത് c by nu ആണ്. സിന്റെ വാല്യൂ നാനോമീറ്ററിൽ തന്നിട്ടുണ്ട്. നാനോമീറ്റർ പെർ സെക്കൻഡിൽ 3 into 10 raised to 17 എന്ന് തന്നിട്ടുണ്ട്. ദെൻ nu എന്ന് പറയുന്നത് 6 into 10 raised to 15 ആണ്. സോ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് 50 നാനോമീറ്റർ എന്ന് കിട്ടും. So option B is the right one for question number 36. Okay, so the question number 37, the question related to quantum numbers. What is the maximum numbers of electrons that can be associated with the following set of quantum number where n is equal to 3, that is the principal quantum number, n is equal to 3, l is equal to 1, m is equal to -1. So already നമുക്ക് പറയാം n is equal to 3, L is equal to 1. 1 indicate it is p subshell. L ന്റെ വാല്യൂ 0 ആണെങ്കിൽ s, L ന്റെ വാല്യൂ 1 ആണെങ്കിൽ p, L ന്റെ വാല്യൂ 2 ആണെങ്കിൽ 3 എന്നുള്ളത് കൊണ്ട് ഇവിടെ L ന്റെ വാല്യൂ 1 ആണ്. that is p subshell. then m വാല്യൂ എനിക്കറിയാം. L വാല്യൂ ആണെങ്കിൽ -1, 0 plus 1, that is this is the subshell എന്ന് പറയാം. ഇവിടെ -1 മാത്രമേ ഉള്ളൂ. so one of the orbital is -1. -1 വരുമ്പോൾ ആ ഒരു ഓർബിറ്റലിൽ +1/2 വരും, -1/2 വരും. രണ്ട് സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് വരും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ്. സോ ആ ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺസിന് ഇലക്ട്രോൺ എൻറ്ററിംഗ് റൂൾസ് വെച്ചിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് വൺ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 37. ദാറ്റ് ഈസ് വൺസ് അഗൈൻ n എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, l എന്ന് പറയുന്നത് അതിന്റെ സബ്ഷെൽ ഇൻഡിക്കേറ്റ് ചെയ്തു, p ആണ്. l വാല്യൂ അറിയാമെങ്കിൽ m വാല്യൂ എഴുതാം. m വാല്യൂ വെച്ചിട്ട് ഓരോ സബ്ഷെല്ലിൽ ഓരോ ഓർബിറ്റലിന്റെയും സ്പിൻ +1/2 -1/2 ആണ്. മാക്സിമം 2 ഇലക്ട്രോൺ ആണ് ഒരു ഓർബിറ്റലിൽ എൻ്റർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 37 ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. Again another question related to quantum number, question number 38. What is the maximum number of orbitals? മറ്റേത് ഇലക്ട്രോൺസ് ആണ് ചോദിച്ചതെങ്കിൽ ഇവിടെ ഓർബിറ്റൽ ആണ്. ഇവിടെയും n ന്റെ വാല്യൂ 3 ആണ്, l ന്റെ വാല്യൂ 1 ആണ്. 3ഉം 1ഉം വന്നാൽ 3p. m വാല്യൂ 0 ആണ്. p ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ 3 എണ്ണം വരാം. സോ -1 0 1. m is equal to 0 വരുന്ന ഒരൊറ്റ ഓർബിറ്റൽ മാത്രമേ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് വൺ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 38. ക്ലിയർ ആയല്ലോ മക്കളെ? സോ അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് വാല്യൂസ് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ് മാക്സിമം ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 39. Beryllium 2+ is isoelectronic with which of the following ions? എന്താണ് ഐസോ ഇലക്ട്രോണിക്?
ഐസോസിമിലർ ഇലക്ട്രോൺസ്. അപ്പോൾ സിമിലർ ഇലക്ട്രോൺസ് ഉള്ള അയോൺസ് ഏതൊക്കെയാണ്? ഐസോ ഇലക്ട്രോണിക് ബെർലിയം 2+ ഐസോ ഇലക്ട്രോണിക് ആയിട്ട് വരുന്ന അയോൺ ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് ഓൾറെഡി അറിയാം ബെർലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ്. ബെർലിയം 2+ എന്ന് പറയുമ്പോൾ അതിൽ 2 ഇലക്ട്രോൺ ആണ് ഉള്ളത്. പിന്നീട് ലിഥിയത്തിന്റെ കേസ് എടുക്കുമ്പോൾ ലിഥിയം 3 ഇലക്ട്രോൺ ആണ്. ലിഥിയം പ്ലസ് എന്ന് പറയുമ്പോൾ അതും 2 ഇലക്ട്രോൺ ആണ്. സിമിലർ ഇലക്ട്രോൺ വരുന്നത് ലിഥിയം പ്ലസ് അയോൺസിലാണ്. അപ്പോൾ ബെർലിയം 2+ എന്ന് പറയുന്നത് ഐസോ ഇലക്ട്രോണിക് ആകുന്നത് ലിഥിയം പ്ലസ് അയോണുമായിട്ടാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 39 ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 40ലേക്ക് നമുക്ക് പോകാം. Calculate the energy on joule corresponding to light of wavelength 45 nanometer. 45 നാനോമീറ്റർ ഉള്ള ഒരു ലൈറ്റിന്റെ എനർജി ജൂളിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം E ഈസ് ഈക്വൽ ടു hc ബൈ ലാംഡയാണ്. ഈസ് ഈക്വൽ ടു h ന്യൂവിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴാണ് z ബൈ ലാംഡ. സോ hന്റെ വാല്യൂ 6.63 ഇൻറ്റു 10⁻⁻34. z എന്ന് പറയുന്നത് അവർ തന്നിട്ടുണ്ട് 3 ഇൻറ്റു 10⁸ മീറ്റർ/സെക്കൻഡ്. ലാംഡ നാനോമീറ്ററിലാണ്, മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 45 ഇൻറ്റു 10⁻⁻9 മീറ്റർ. സോ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് 4.42 ഇൻറ്റു 10⁻⁻18 ജൂൾ എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് വൺ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 40. എനർജിയുടെ ഇക്വേഷനായ h ന്യൂ, അവിടെ ന്യൂവിന് c ബൈ ലാംഡ എന്ന് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 41ലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 41ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 41. How many electrons can fit in the orbit for which n is equal to 3 and l is equal to 1? n-ന്റെ വാല്യൂ 3ഉം l-ന്റെ വാല്യൂ 1ഉമായ ഒരു ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നതാണ് ചോദ്യം. l-ന്റെ വാല്യൂ 0 ആണെങ്കിൽ അത് s ഓർബിറ്റലാണ്, 1 ആണെങ്കിൽ p ഓർബിറ്റലാണെന്നറിയാം. s-ൽ 2 ഇലക്ട്രോണും p-ൽ 6 ഇലക്ട്രോണുമാണ് എൻ്റർ ചെയ്യുക. n is equal to 3 എന്ന് കൂടി തന്നിരിക്കുന്നത് കൊണ്ട് 3p എന്ന ഓർബിറ്റലാണ് കൺസിഡർ ചെയ്യേണ്ടത്. p എന്ന് പറയുന്ന ഓർബിറ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് ഡയറക്റ്റ് എത്താം. ദാറ്റ് ഈസ് 6 ഇലക്ട്രോൺസ് ആണ് n is equal to 3, l is equal to 1 എന്ന ഓർബിറ്റലിൽ അക്കോമഡേറ്റ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 41 ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 42. Which is the correct order of increasing energy of the listed orbitals in the atom of titanium? ടൈറ്റാനിയത്തിലെ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നതിന്റെ കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ്. സോ ജസ്റ്റ് ഒബേ ദ ഓഫ് ബാർ പ്രിൻസിപ്പിൾ. ഓഫ് ബാർ പ്രിൻസിപ്പിൾ ഏതാണെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം 3s 3p 4s 3d. 3pയിൽ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 4sലേക്കും അത് കഴിഞ്ഞ് 3dയിലേക്കും ആയിരിക്കും ഇലക്ട്രോൺസുകൾ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ഓഫ് ബാർ പ്രിൻസിപ്പിൾ 4s-ഉം 3d-യും തമ്മിലുള്ള എനർജി ഡിഫറൻസ് n+l റൂൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 43. Two electrons occupying the same orbitals are distinguished by. 2 ഇലക്ട്രോൺസ് ഒരു സെയിം ഓർബിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ക്വാണ്ടം നമ്പർ വെച്ചിട്ടാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ക്വാണ്ടം നമ്പറിലെ ഏത് ക്വാണ്ടം നമ്പർ എന്ന് ചോദിച്ചാൽ സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. സ്പിൻ ക്വാണ്ടം നമ്പറിലാണ് ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് വരിക. സോ ക്വസ്റ്റ്യൻ നമ്പർ 43 ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് വൺ. The two electrons in the same orbital can be distinguished by spin quantum number. Question number 44. It's similar to question number 41. How many electrons can fit in the orbital n is equal to 4, l is equal to 3? ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നെയ്റ്റിന് പ്രതീക്ഷിക്കാവുന്നതാണ്. l is equal to 1 0, that is s, 1 p, 2 d, 3 f. f ഓർബിറ്റൽ ആണ്. f ഓർബിറ്റലിൽ മാക്സിമം 14 ഇലക്ട്രോൺസ് ആണ് എൻ്റർ ചെയ്യുക. So question number 44 option D is the right one. And the final question, question number 45. As the nuclear charge increases from neon to calcium, the orbital's energies എന്ത് പറ്റുന്നു? നിയോണിൽ നിന്ന് കാൽഷ്യത്തിലേക്ക് എത്തുമ്പോൾ ഓർബിറ്റൽ എനർജി ഇൻക്രീസസ് വിത്ത് റാപ്പിഡ്ലി. ഓർബിറ്റൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. This is our 45th question. So once again ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം കൂടിയേ ഉള്ളൂ. സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഈച്ച് ആൻഡ് എവരി ക്വസ്റ്റ്യൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ഡു മോർ ടൈം അല്ലെങ്കിൽ ഡു മോർ ക്വസ്റ്റ്യൻസ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ക്ലിയർ ആക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.